ഹലോ, നിങ്ങൾ ഈ തേങ്ങ കണ്ടിട്ട് ഒന്നും തോന്നണ്ട. ഈ തേങ്ങ കാണിക്കാനല്ല ഞാൻ ഇന്ന് ഈ വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത്. ഈ തേങ്ങ കൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ ഒരു ഡിഷ് ഉണ്ടാക്കാൻ പോവാണ്. അത് ഞാൻ നിങ്ങളെ ഇന്ന് കാട്ടിത്തരാം. ഇന്ന് ഞാൻ ഈ തേങ്ങ കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? തേങ്ങ കൊണ്ടൊരു മിഠായിയാണ്. പണ്ടെല്ലാം കടകളിലൊക്കെ കിട്ടിയിരുന്ന ഈ മിഠായി ഇപ്പൊ നമ്മൾ അങ്ങനെ കാണാറ് പോലുമില്ല. പക്ഷെ ഞാൻ ഇന്ന് അത് ഉണ്ടാക്കാൻ പോവാ. അപ്പൊ ഞാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലേക്ക് വരുന്നത്. അപ്പൊ ഞാൻ ആ മിഠായി ഉണ്ടാക്കുന്നത് നിങ്ങളൊന്ന് കണ്ടു. ആദ്യമായിട്ട് നമുക്ക് തേങ്ങ ചിരണ്ടിയത് വേണം. അത് കഴിഞ്ഞ് നമുക്ക് ഒരു ചരുവത്തിലേക്ക് 1 കപ്പ് ശർക്കര അളവിലെടുത്ത് അതിലേക്ക് അതേ അളവിൽ തന്നെ വെള്ളവും ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. അത് മിക്സ് ആയ ശേഷം നമ്മൾ അതൊന്ന് അരിച്ചെടുക്കണം. ഒരു ചീനച്ചട്ടിയിലേക്ക് അരിച്ചെടുക്കണം. കാരണം ചെറു തീയിൽ വേണം കേട്ടോ അത് ചൂടാക്കാൻ. ചൂടാക്കിയിട്ട് വേണം മിക്സ് ചെയ്യാൻ. എന്നിട്ട് നമ്മൾ അത് അരിച്ചെടുത്തിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് ആക്കി വെക്കണം. എന്നിട്ട് നമ്മൾ ഇനി അതൊന്ന് പയ്യെ കുറുക്കി എടുക്കണം. നന്നായിട്ട് ഇളക്കി കുറച്ചു നേരം വേണം. കുറേ സമയം എടുത്താലാണ് അതൊന്ന് കുറുകി വരുവുള്ളൂ. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. പെട്ടെന്നൊന്നും കുറുകി വരികയില്ല. നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം നമ്മൾ നന്നായിട്ട് കുറുകി ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ അത് പാകമായെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മളൊരു ഗ്ലാസ് വെള്ളത്തിലേക്ക് നമ്മളിത് പയ്യെ ഒന്ന് ചാലിച്ച് കൊടുത്തു കഴിയുമ്പം ആ വെള്ളത്തിൽ മിക്സ് ആവാത്ത രീതിയിലായെങ്കിൽ അത് നമുക്ക് പാകത്തിന് കുറുകിയെന്നർത്ഥം. അപ്പൊ അതാണ് നമുക്കത് മനസ്സിലാക്കാനുള്ള ഒരു മാർഗം. അപ്പൊ നമ്മൾ അതുവരെ നമ്മളിങ്ങനെ കുറുക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ആ വെള്ളമൊക്കെ അങ്ങ് വറ്റി നന്നായിട്ട് കുറുകണം. ഇപ്പൊ നമ്മുടെ ശർക്കരപ്പാനി ഏതാണ്ട് കുറുകി വന്നിട്ടുണ്ട്. അത് നമ്മളിതേ ഇങ്ങനെ ഗ്ലാസ്സിലേക്ക് പയ്യെ ഒന്ന് ചാലിച്ച് കൊടുത്തു കഴിയുമ്പം അത് മിക്സ് ആവാണ്ട് കിടന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് ഇനിയിപ്പോ അടുത്ത സ്റ്റെപ്പ് തേങ്ങ ഇടുക എന്നുള്ളതാണ്. നമ്മൾ അതിനകത്തേക്ക് ആ തേങ്ങ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അടുത്തത് വേണ്ട ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു 10 രൂപയുടെ ഒരു പാക്കറ്റ് പാൽപ്പൊടി മേടിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു 1/4 ഭാഗവും ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു. പാൽപ്പൊടി ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു 2 നുള്ള് ഏലക്കാപ്പൊടി കൂടി ചേർക്കണം അതിനകത്തേക്ക്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതെല്ലാം പാൽപ്പൊടിയും ഏലക്കാപ്പൊടിയും എല്ലാം നന്നായിട്ട് മിക്സ് ആവണ രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പൊ നമ്മുടെ മിഠായിയുടെ ഏതാണ്ട് 1/4 ഭാഗവും തീർന്നു. അപ്പൊ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി എല്ലാം തമ്മിൽ യോജിപ്പിച്ച് നമ്മൾ വെയിറ്റ് ചെയ്യണം. ആ തേങ്ങയ്ക്കകത്ത് ഇനിയിപ്പോ അതിനകത്ത് ചെറിയ വെള്ളത്തിന്റെ അംശം കാണും നമ്മളിങ്ങനെ ഇളക്കുമ്പം. അത് വറ്റണം. വറ്റി നമ്മൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആവണം. കാരണം നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ഡ്രൈ ആവണ രീതി വരെ നമ്മളത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി നമുക്കിത് ഉരുട്ടാൻ പാകത്തിന് ചൂടാറണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് നിരത്തി വെക്കണം. ഇനി ഇതേ ചൂടാറി കഴിയുമ്പോൾ നമ്മൾ ഓരോന്നായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കണം. ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടി നമ്മൾ മിഠായി രൂപത്തിൽ എടുക്കണം. ഇപ്പൊ നമ്മുടെ മിഠായി പൂർണ്ണമായി. അപ്പൊ നമ്മൾ ഓരോന്നായിട്ട് ചെറുതായിട്ട് ഉരുട്ടി എടുത്തുകൊണ്ടിരിക്കുക. നമ്മുടെ തേങ്ങാ മിഠായി ദേ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമായി. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്തേക്ക്. നമുക്കിത് ഒരെണ്ണം തിന്നു നോക്കിയാലോ? ഇതാട്ടോ നമ്മുടെ സ്വീറ്റും സോഫ്റ്റും ആയിട്ടുള്ള തേങ്ങാ മിഠായി. സൂപ്പർ! എനിക്കൊന്നും പറയാനില്ല. അടിപൊളിയായിട്ടുണ്ട്.